അപ്പോൾ ബെർലിൻ ബാലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേരള എഞ്ചിനീയറിംഗിൻ്റെ കോളേജ് പ്രെഡിക്റ്ററും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ഓർഡർ ജനറേറ്ററുമാണ്. അപ്പോൾ നിങ്ങളെല്ലാം കേരള എഞ്ചിനീയറിംഗിൻ്റെ പെർസെൻറ്റേജ് സ്കോറൊക്കെ വന്ന് നമ്മളിനിയിപ്പം +2ൻ്റെ റിസൾട്ടും വരും. അതിന് വൈകാതെ തന്നെ നമുക്ക് +2 കീമിൻ്റെ റാങ്കും വരും. അപ്പോൾ നമുക്കറിയാം റാങ്ക് വെച്ചിട്ട് നമ്മുടെ കാറ്റഗറിക്ക് വെച്ചിട്ട് ഏതൊക്കെ കോളേജിൽ നമുക്ക് ചാൻസ് ഉണ്ടെന്ന് അറിയുന്ന ഒരു ഓപ്ഷനാണ് കേരള എഞ്ചിനീയറിംഗിൻ്റെ കോളേജ് പ്രെഡിക്റ്റർ. ഓൾറെഡി ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഈ വീഡിയോയിൽ ഇത് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാതെ കാണാത്തവർക്ക് വേണ്ടി. അതുപോലെ മറ്റൊരു പുതിയ ഫീച്ചർ നമ്മൾ ആഡ് ചെയ്തത് നമ്മുടെ അലോട്ട്മെൻറ്റ് ഓർഡർ ജനറേറ്റർ എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾക്ക് നമ്മുടെ റാങ്കൊക്കെ വന്ന ശേഷം കേരള എഞ്ചിനീയറിംഗിൻ്റെ ഫേസ് 1, ഫേസ് 2, ഫേസ് 3, ഫേസ് 4 അലോട്ട്മെൻ്റ് എല്ലാം വരും. ആ അലോട്ട്മെൻറ്റുകളിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള നമുക്ക് താല്പര്യമുള്ള കോളേജുകൾ, നമുക്ക് താല്പര്യമുള്ള ബ്രാഞ്ചുകളൊക്കെ ഉണ്ട്. ആ ബ്രാഞ്ച് വെച്ച് നമ്മുടെ ഇഷ്ടപ്പെട്ട കോളേജൊക്കെ വെച്ചിട്ട് നമ്മളൊരു അലോട്ട്മെൻറ്റ് ഓർഡർ ജനറേറ്റ് ചെയ്യും. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ബെസ്റ്റ് ഓപ്ഷൻ, തേർഡ് ബെസ്റ്റ് ഓപ്ഷനൊക്കെ വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ആ ഓർഡർ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു അലോട്ട്മെൻറ്റിൻ്റെ നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻ വെച്ചിട്ടായിരിക്കും നമുക്ക് നമ്മുടെ റാങ്ക് അനുസരിച്ച് ഒരു കോളേജ് സെലക്ട് ആകാൻ പോകുന്നത്. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും എപ്പോഴും കൺഫ്യൂഷൻ ഉള്ളതാണ് എങ്ങനെയാണ് ഒരു പ്രോപ്പറായിട്ടൊരു ആ ഓർഡർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം നമുക്കറിയാം പലവിധം ബ്രാഞ്ചുകളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ കോളേജുകളുണ്ട്. അപ്പോൾ ബെസ്റ്റ് ഒരു ഓപ്ഷൻ നമ്മുടെ ഡിമാൻഡൊക്കെ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഓർഡർ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉള്ള കേസ് തന്നെയാണ്. അപ്പോൾ ഇനി ഒരു കൺഫ്യൂഷൻ വേണ്ട, കാരണം നമ്മൾ അതിനുള്ള ഒരു ടൂളുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ആ ടൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രോപ്പറായിട്ട് യാതൊരുവിധ എററും വരാത്ത രീതിയിൽ നമുക്കൊരു ഓർഡർ ക്രിയേറ്റ് ചെയ്യാം. ആ ഓർഡർ വെച്ച് നമുക്ക് നമ്മുടെ റാങ്ക് അനുസരിച്ച് നമ്മുടെ കാറ്റഗറി വെച്ച് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ കിട്ടുകയും ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ആ ടൂൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ടൂൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കമൻറ്റ് സെക്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് നോക്കാം. ബട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഈ വീഡിയോ ഒന്ന് കാണുക, അതിൻ്റെ ഒരു ഫംഗ്ഷനിങ് മറ്റു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്കത് കൂടുതൽ ബെറ്ററായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം വീഡിയോ അവസാനം വരെ കാണുക. എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസോ പുതിയ ഫീച്ചർ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക, നമ്മളത് പരിഗണിക്കാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ ബെർലിൻ ബാലയുടെ സൈറ്റിൽ നമ്മൾ യൂസ് ചെയ്യുക berlinbala.org. താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് പോയാൽ കോളേജ് ആൻഡ് റാങ്ക് പ്രെഡിക്റ്റർ ഉണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് പോകാം. നമ്മൾ 6ഓളം റാങ്ക് പ്രെഡിക്റ്റേഴ്സ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കേരള മെഡിക്കൽ, അതുപോലെ തന്നെ നീറ്റ് ഓൾ ഇന്ത്യ, പിന്നെ നമുക്ക് കേരള എഞ്ചിനീയറിംഗിൻ്റെ ഒരെണ്ണമുണ്ട്, കേരള എഞ്ചിനീയറിംഗ് ആൻഡ് കോളേജ് റാങ്ക് പ്രെഡിക്റ്റർ, കുസാറ്റ് ബിടെക് കുസാറ്റിൻ്റെ ഉണ്ട്, ജെഇ മെയിൻ ഉണ്ട്, ഐസർ ഉണ്ട്. അങ്ങനെ 6ഓളം പരീക്ഷകൾക്ക് നമ്മൾ റാങ്ക് പ്രെഡിക്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റാങ്ക് പ്രെഡിക്റ്റർ വെച്ചിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നതാണ് കേരള എഞ്ചിനീയറിംഗ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും റാങ്ക് പ്രെഡിക്റ്റേഴ്സ് അല്ലെങ്കിൽ കോളേജ് പ്രെഡിക്റ്റർ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കേരള എഞ്ചിനീയറിംഗ് റാങ്ക് പ്രെഡിക്റ്ററാണ്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്രെഡിക്റ്ററിലോട്ട് വരികയാണ്. ഇനി അതല്ല, ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, സൈറ്റൊന്നും വരാതെ നേരെ നമ്മുടെ പ്രെഡിക്റ്ററിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് കീം കോളേജ് പ്രെഡിക്റ്റർ എന്നൊക്കെ സെർച്ച് ചെയ്താൽ ഫസ്റ്റ് റിസൾട്ട് തന്നെ ബെർലിൻ ബാലയുടെ ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് പോകാം. അവിടെ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യാം, ആ പേജിലോട്ട് നിങ്ങൾക്ക് ചെല്ലും. അപ്പോൾ ഇതാണ് നമ്മുടെ റാങ്ക് പ്രെഡിക്റ്റർ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ വെബ്സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ 2 ഓപ്ഷൻ ഉണ്ട്, കോളേജ് എലിജിബിലിറ്റി പ്രെഡിക്റ്റർ, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ഓർഡർ ജനറേറ്റർ. അപ്പോൾ ഇതിലാണ് നമ്മൾ 2 ടൂൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. ആദ്യം നമുക്ക് കോളേജ് എലിജിബിലിറ്റി പ്രെഡിക്റ്റർ കാണാം. ഇതിൽ മറ്റൊന്നുമില്ല, ബേസിക്കലി കാൻഡിഡേറ്റിൻ്റെ റാങ്ക് കൊടുക്കുക, ഇഷ്ടപ്പെട്ട കോളേജ് കൊടുക്കുക, അതുപോലെ തന്നെ കാൻഡിഡേറ്റിന് സെലക്ട് സീറ്റ് ഉണ്ട്, ഏത് കാറ്റഗറിയിലാണ് കാൻഡിഡേറ്റ് വരുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കീം പ്രോസ്പെക്ടസ് പ്രകാരമുള്ള എല്ലാ കാറ്റഗറീസ് ഇവിടെ സെലക്റ്റഡ് ആണ്. പിന്നെ ഇൻ കേസ് ചില കാറ്റഗറീസിലുള്ള വിദ്യാർത്ഥികൾക്ക് ചില കോളേജിൽ ഈവൻ ദോ സീറ്റ് റിസർവ്ഡ് ആണെങ്കിലും ചിലപ്പോൾ സ്റ്റുഡൻസ് അഡ്മിറ്റ് ആവാറില്ല. അപ്പോൾ അത് വേക്കൻസി സീറ്റായിട്ട് നമ്മളിവിടെ കാണിക്കുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് സാമ്പിളായിട്ട് ഇത് നമ്മുടെ കോളേജ് എലിജിബിലിറ്റി പ്രെഡിക്റ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് യൂസറിൻ്റെ റാങ്ക് കൊടുക്കാം. ഞാനിവിടെ സാമ്പിളായിട്ട് ഏകദേശം 3000 എന്ന് പറയുന്ന ഒരു റാങ്ക് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കോളേജ് ടൈപ്പ് ഉണ്ട്, അത് ഓൾ കൊടുക്കാം. പിന്നെ നമുക്ക് കാൻഡിഡേറ്റിന് കാറ്റഗറി സെലക്ട് ചെയ്യാം. അതിന് നമുക്ക് കാറ്റഗറി സെലക്ട് ചെയ്ത ശേഷം പ്രെഡിക്റ്റ് മൈ ചാൻസ് കൊടുക്കാം. അതിൽ കൊടുക്കുന്നതോടുകൂടി നമുക്ക് ഏകദേശം നമ്മുടെ ചാൻസ് ഉള്ള കോളേജുകളെല്ലാം വന്നു. ഫസ്റ്റ് ഓപ്ഷനായിട്ട് വന്നിരിക്കുന്നത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജാണ്. അവിടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചാണ്. ക്ലോസിംഗ് റാങ്ക് 2613 ആണ്. നമ്മുടെ യൂസറിൻ്റെ റാങ്ക് 3000 ആയിരുന്നു. അപ്പോൾ ഇവിടെ കിട്ടാനുള്ള ചാൻസ് ലോ ചാൻസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒട്ടും ചാൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ലിസ്റ്റിൽ കാണിക്കില്ല, പക്ഷേ ലോ ചാൻസ് തൊട്ട് നമ്മൾ കാണിക്കും. ലോ ചാൻസ് ഉള്ള 2 കോളേജ് വന്നിട്ടുണ്ട്, TKM അതുപോലെ തന്നെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്. ഗുഡ് ചാൻസ് ഇവിടെ വരുന്നില്ല. പിന്നെ നമുക്ക് നേരെ ഹൈ ചാൻസ് തന്നെയാണ് 3000 മുകളിൽ ക്ലോസ് റാങ്കുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്,
മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 3337 എന്ന് പറയുന്ന ഈ ക്ലോസിംഗ് റാങ്ക് വന്നിട്ടുണ്ട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ബ്രാഞ്ച് തിരുവനന്തപുരത്ത്. ഇവിടെ നമുക്ക് ഷോ മോർ ഇൻഫോ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോളേജുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് അറിയാൻ സാധിക്കും. അതിൻ്റെ ഓപ്പണിംഗ് റാങ്കും ഏത് യൂണിവേഴ്സിറ്റി ആണെന്നുള്ളതും ടോട്ടൽ സീറ്റും ഈ ഒരു കോഴ്സിൻ്റെ സീറ്റും ഫീസും അതുപോലെ തന്നെ കോളേജ് കാറ്റഗറി നമുക്കറിയാം. പിന്നെ നമുക്ക് ക്ലോസിംഗ് റാങ്കിൻ്റെ ഒരു ട്രെൻഡും അറിയാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ കൊടുത്തേക്കുന്ന യൂസറിൻ്റെ റാങ്ക് 3000 ആണ്. അപ്പോൾ ഈ യൂസറിന് ഫേസ് 1 ഫേസ് 2 ഫേസ് 3 കിട്ടാൻ ചാൻസ് ഇല്ല, ഫേസ് 4 കിട്ടാൻ ചാൻസ്. പക്ഷേ 3 ഓൾമോസ്റ്റ് ആണ്, 2974 വരെ പോയിട്ടുണ്ട്. അപ്പം കിട്ടാൻ ചാൻസ് ഉണ്ട്. ബട്ട് എനിവേ ഫസ്റ്റിലും സെക്കൻഡിലും കിട്ടാൻ ചാൻസ് കുറവാണെന്നാണ് നമുക്ക് ഈ ഒരു കഴിഞ്ഞ കൊല്ലത്തെ ഒരു ക്ലോസിംഗ് റാങ്ക് വെച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് കേട്ടോ. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 810 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ 1, 2, 3, 4 കണ്ടത്. ഇതിന് താഴോട്ട് നിങ്ങൾ 810 ഓപ്ഷൻസ് സ്ക്രോൾ ചെയ്ത് പോകാനുണ്ട്, അത് കാണിക്കുന്നില്ല. എനിവേ ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ അതുകൂടാതെ റിഫൈൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് സ്പെസിഫിക് കോഴ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ചില ലൊക്കേഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ആ കോളേജുകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് തന്നെ വെച്ചിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വീണ്ടും ഈ റിസൾട്ട് റിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് വീണ്ടും ഫിൽട്ടർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ റിഫൈൻഡ് റിസൾട്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ്റെ ഉപയോഗം. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ തന്നെ പല റാങ്ക് ഇട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കാറ്റഗറിയൊക്കെ മാറ്റി നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. വളരെ ഹെൽപ്ഫുള്ളായൊരു ഫീച്ചർ തന്നെയാണ്. നമുക്ക് നന്നായിട്ട് അറിയാൻ സാധിക്കും ഏതൊക്കെ കോളേജിലാണ് കിട്ടാൻ ചാൻസ് ഉള്ളതെന്ന് നേരത്തെ പ്ലാൻ ചെയ്തൊക്കെ വെക്കാൻ സാധിക്കും. രണ്ടാമതൊരു ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് ഓർഡർ ജനറേറ്റർ. അപ്പോൾ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇതിനകത്ത് നമുക്ക് പ്രയോറിറ്റി സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് നമുക്ക് 3 പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ചില സ്റ്റുഡൻസിന് ചില കോഴ്സ് പഠിക്കണം എന്നായിരിക്കും ആഗ്രഹം. കോളേജിനേക്കാളും താല്പര്യം ചില കോഴ്സിൽ പഠിക്കണം, ഇന്ന കോഴ്സ് പഠിക്കണം, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണമെന്നോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കണം എന്നൊക്കെ ആയിരിക്കും ആഗ്രഹം. കോളേജിനേക്കാളും താല്പര്യം അത് തന്നെയായിരിക്കും. ഏത് കോളേജിൽ പഠിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഇന്ന ബ്രാഞ്ച് പഠിക്കണം. ചില സ്റ്റുഡൻസിന് നേരെ മറിച്ച് ഗവൺമെൻറ്റിൽ പഠിക്കണം എന്നൊക്കെ ആയിരിക്കും ആഗ്രഹം, ചിലപ്പോൾ സെൽഫിൽ പഠിക്കണം എന്നായിരിക്കും ആഗ്രഹം. ബ്രാഞ്ചിനേക്കാളും പ്രയോറിറ്റി കോളേജിനായിരിക്കും. ചില സ്റ്റുഡൻസിന് ചില ലൊക്കേഷൻസും പ്രയോറിറ്റി ഉണ്ടാകും. അതായത് വീട്ടിൽ നിന്നും ദൂരെയുള്ള ചില കോളേജിൽ പഠിക്കാൻ താല്പര്യമില്ല, ഇത്ര ഡിസ്റ്റൻസിലൊക്കെ ഉള്ള കോളേജിൽ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഇത്ര ഡിസ്ട്രിക്റ്റ് വരെ പോയാൽ മതി എന്നുള്ള ചില സ്റ്റുഡൻസും ഉണ്ടാവും. അവർക്ക് എന്താണ് ലൊക്കേഷൻസും ഒരു പ്രയോറിറ്റിയാണ്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു 3 പ്രയോറിറ്റി വെച്ചിട്ട് നമുക്കൊരു നമ്മുടെ തന്നെ നിങ്ങൾക്ക് ഓരോ സ്റ്റുഡൻറ്റിനും വേണ്ടിയുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു അലോട്ട്മെൻറ്റ് ഓർഡർ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് പ്രയോറിറ്റി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്കൊന്ന് എക്സാമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്, ഞാൻ ഇങ്ങനെയാണ് പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നത്. അതായത് കോഴ്സിനാണ് പ്രയോറിറ്റി, അല്ലെങ്കിൽ നമുക്കിത് മാറ്റാം. നമുക്കിത് മാറ്റിയിട്ട് കോളേജിനാണ് പ്രയോറിറ്റി, സെക്കൻഡ് പ്രയോറിറ്റി കോഴ്സിനാണ്, മൂന്നാമത്തെ പ്രയോറിറ്റി ലൊക്കേഷനാണ്. അപ്പോൾ ആ പ്രയോറിറ്റി സെറ്റ് ചെയ്ത ശേഷം കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ നമുക്ക് കോളേജ് ടൈപ്പ് ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. കോളേജ് ടൈപ്പിനകത്ത് തന്നെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സെൽഫും ഉണ്ട്. ഞാനിപ്പം ഗവൺമെൻറ് സെലക്ട് ചെയ്ത് ആഡ് ചെയ്തു, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് സെലക്ട് ചെയ്ത് ആഡ് ചെയ്തു. അങ്ങനെ 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഓപ്ഷൻ വന്നിട്ടുള്ളത് നമ്മുടെ കോഴ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം സെക്കൻഡ് പ്രയോറിറ്റി ആയിട്ട് കൊടുത്തത് കോഴ്സാണ്. കോഴ്സിൽ ഞാൻ എന്ത് ചെയ്യാൻ ഒരു 3 ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഇൻഡസ്ട്രി, 3 ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓർഡർ മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്ത് അപ്പാരോ അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു ക്രോസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് ഓപ്ഷൻ വീണ്ടും റീഅറേഞ്ച് ചെയ്യാൻ സാധിക്കും. എനിവേ അത് 3 നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ലൊക്കേഷൻ വൈസ് സെറ്റ് ചെയ്യാം. ഞാൻ തിരുവനന്തപുരമാണ് കൊടുത്തത്. തിരുവനന്തപുരത്തിന് ശേഷം ഞാൻ കോട്ടയം കൊടുത്തു. കോട്ടയത്തിന് കൊടുത്ത ശേഷം ഞാൻ എറണാകുളം കൊടുത്തു. യെസ്, അങ്ങനെ 3 നമ്മൾ ലൊക്കേഷൻ വൈസ് ഉള്ള പ്രയോറിറ്റി സെറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം കൊടുത്തിരുന്ന പ്രയോറിറ്റി കോളേജ് ടൈപ്പാണ്. ചില സ്പെസിഫിക് കോളേജിൽ പഠിക്കണമെന്നാണ് ആഗ്രഹം. ആ കോളേജിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിരുന്നത് ഫസ്റ്റ് ഗവൺമെൻറ്റും പിന്നെ സെൽഫുമാണ്. സെക്കൻഡ് പ്രയോറിറ്റി എന്തായിരുന്നു? കോഴ്സസ് ആയിരുന്നു. കോഴ്സസിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ്? കമ്പ്യൂട്ടർ സയൻസ് ഫസ്റ്റ് പ്രയോറിറ്റി, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ സെക്കൻഡ് പ്രയോറിറ്റി, തേർഡ് പ്രയോറിറ്റി ആയിട്ട് മെക്കാനിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ. തേർഡ് പ്രയോറിറ്റി ആയിട്ട് നമ്മൾ കൊടുത്തത് ലൊക്കേഷൻ ആയിരുന്നു. ലൊക്കേഷൻ 3 ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്: തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം. അതെല്ലാം നമ്മൾ ശരിക്കും ആലോചിച്ച് നമ്മൾ കൊടുത്ത ശേഷം എന്ത് ചെയ്യുക, കണ്ടിന്യൂ ടു ഡീറ്റെയിൽ കൊടുക്കുക. അവിടെ നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ റാങ്കും അതുപോലെ തന്നെ ഏത് കാറ്റഗറിയിലാണ് സ്റ്റുഡൻ്റ് ഉള്ളതെന്നും കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഞാനിവിടെ സാമ്പിളായിട്ട് 2000 എന്ന് പറയുന്ന റാങ്ക് കൊടുത്തു. അതുപോലെ തന്നെ സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുത്തു. അത് കൊടുത്ത ശേഷം നമുക്ക് താഴോട്ട് വരാം. ജനറേറ്റ് ചോയ്സ് ലിസ്റ്റ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ റിസൾട്ട് വന്നു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു 3 ഓപ്ഷൻ ഉണ്ട്: ഷോ ഫുൾ പ്രയോറിറ്റി ലിസ്റ്റും, ഷോ ടോപ്പ് 200 ഓപ്ഷൻസ്, അതുപോലെ തന്നെ സോർട്ട് ബൈ ഹിസ്റ്റോറിക്കൽ ഡിമാൻഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാൻ ജസ്റ്റ് റിസൾട്ട് പറഞ്ഞ ശേഷം എന്ത് ചെയ്യാം, അത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. എനിവേ ബൈ ഡിഫോൾട്ട് കിടക്കുന്നത് ഷോ ഫുൾ പ്രയോറിറ്റി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു
ഓപ്ഷനാണ്. നമ്മളിപ്പോൾ കൊടുത്ത പ്രയോറിറ്റി വെച്ചിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് എന്താണ് വന്നിരിക്കുന്നത്, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലുള്ള കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. ക്ലോസിംഗ് റാങ്ക് 670 യൂസർ റാങ്ക് എനിക്ക് 2000 ആണ് നമ്മൾ കൊടുത്തത്. കിട്ടാൻ ചാൻസ് ലോ ചാൻസ് തന്നെയാണ്. പക്ഷേ നമ്മൾ അലോട്ട്മെൻറ്റ് ഓർഡറിൽ പങ്കെടുക്കുമ്പോൾ പ്രയോറിറ്റി ലിസ്റ്റ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു കോളേജ് ഈ ഒരു ബ്രാഞ്ചും കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കിട്ടുമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ചാൻസ് ലോ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് അത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതാണ് നമ്മുടെ ഈ ടൂൾ തന്നെ നമുക്ക് കാണിക്കുന്നത് എന്താണ്, ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഈ ഒരു കോളേജ് കൊടുക്കാമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. കാരണം നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച്, നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാഞ്ച് അനുസരിച്ച്, നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് കിട്ടേണ്ട ഫസ്റ്റ് ഓപ്ഷൻ ഈ ഒരു കോളേജ് തന്നെയാണ്. അത് നമ്മൾ കണ്ടു. ഇതിൻ്റെ താഴെ നമുക്ക് ക്ലോസിംഗ് റാങ്കിൻ്റെ ട്രെൻഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് ഫേസിലാണ് കിട്ടാൻ ചാൻസ് ഉള്ളതെന്നൊക്കെ നമുക്ക് ഇത് നോക്കി അറിയാൻ സാധിക്കും. ഇതിൻ്റെ താഴെ ഷോ മോർ ഇൻഫോ ഉണ്ട്. ഈ ഒരു കോഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു കോളേജിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എനിവേ ഫസ്റ്റ് ഓപ്ഷനായിട്ട് അതാണ് കാണിച്ചത്. സെക്കൻഡ് ഓപ്ഷനായിട്ട് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് SCT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. ക്ലോസിംഗ് റാങ്ക് 6597 വന്നു. നമുക്കിവിടെ ഫസ്റ്റ് ഓപ്ഷൻ്റെ ക്ലോസിംഗ് റാങ്ക് 670 ആയിരുന്നു. സെക്കൻഡ് ഓപ്ഷൻ വന്നിരിക്കുന്നത് 6597 ആണ്. ഹൈ ചാൻസ് തന്നെയാണ്. രണ്ടും തിരുവനന്തപുരത്തുള്ള കോളേജ് തന്നെയാണ്. കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ് തന്നെയാണ്. അത് വന്നിട്ടുണ്ട്. നമുക്കത് ഫസ്റ്റ് ഫേസ് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഹൈ ചാൻസ് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. തേർഡ് ഓപ്ഷൻ വന്നിരിക്കുന്നത് SCT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ബ്രാഞ്ചാണ്. അതും കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. 8583 ആണ് ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. അതും കാണിച്ചിട്ടുണ്ട്. നമ്മൾ തേർഡ് ഓപ്ഷൻ കണ്ട്. ഫോർത്ത് ഓപ്ഷൻ നമുക്ക് അന്നേരത്തേക്ക് നമ്മൾ തിരുവനന്തപുരത്തുള്ള ഒരു വിത്തിൻ 10,000 റാങ്കിൻ്റെ അകത്തുള്ള കോളേജുകളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ നമുക്ക് വന്നപ്പോഴത്തേന് ഫോർത്ത് ഓപ്ഷൻ കോട്ടയത്തുള്ള രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചാണ്. അതിൽ നമുക്ക് വന്നിരിക്കുന്ന ക്ലോസിംഗ് റാങ്ക് 4898 ആണ്. ഹൈ ചാൻസ് ആണ് കിട്ടാനുള്ളത്. ഫിഫ്ത്ത് ഓപ്ഷൻ നമ്മൾ എറണാകുളത്തോട്ട് മാറി. അതായത് കോട്ടയത്തെ ഒരൊറ്റൊരു കോളേജാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫിഫ്ത്ത് ഓപ്ഷൻ എറണാകുളത്തോട്ട് മാറി. അത് എന്തുകൊണ്ടാണ് ഒരൊറ്റൊരു കോളേജ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എനിവേ നമ്മൾ ഫിഫ്ത്ത് ഓപ്ഷൻ വന്നിരിക്കുന്നത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് 1673 ക്ലോസിംഗ് റാങ്കുള്ള കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കോർ ബ്രാഞ്ചാണ് ഫിഫ്ത്ത് ഓപ്ഷൻ. കാരണം നമ്മുടെ പ്രയോറിറ്റി വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് കൊടുത്തത് തിരുവനന്തപുരം, സെക്കൻഡ് കൊടുത്തത് കോട്ടയം, തേർഡ് ഓപ്ഷനാണ് എറണാകുളം. അപ്പം കോട്ടയത്തെയും തിരുവനന്തപുരത്തെയും നമ്മുടെ പ്രയോറിറ്റി വെച്ചിട്ടുള്ള കോളേജിന് ശേഷമേ എന്ത് കാണിക്കത്തുള്ളൂ, എറണാകുളത്ത് ഈ ഒരു ഓപ്ഷൻ കാണിക്കത്തുള്ളൂ. എനിവേ അതും കാണിച്ചിരിക്കുന്നത് കറക്റ്റായിട്ടാണ്. പക്ഷേ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യണം. അത് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ സിക്സ്ത് ഓപ്ഷൻ മാറത്തനീഷ്യസ് കോളേജിലും പിന്നെ സെവൻത് ഓപ്ഷൻ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം എന്ന് പറയുന്ന മറ്റൊരു ബ്രാഞ്ചും കാണിച്ചിട്ടുണ്ട്. അങ്ങനെ 800ഓളം ഓപ്ഷൻസ് ഉണ്ട് ഇതിൻ്റെ താഴെ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ചില ഓപ്ഷൻ ഒന്ന് കളയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, അത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ ഈ ഒരു പേജ് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ പ്രയോറിറ്റി ഓർഡർ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് പ്രിൻ്റ് എടുത്ത് അല്ലെങ്കിൽ എക്സലിലൊക്കെ നമ്മളത് റെഡിയാക്കി വെക്കും, നമ്മൾ അലോട്ട്മെൻറ്റ് ഓർഡറിൽ പങ്കെടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഇത് പ്രിൻ്റ് എടുത്തിട്ട് ആ പ്രിൻ്റ് തന്നെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം, ഇന്നത് കൊടുക്കണം, ഇന്നതിൻ്റെ ഓപ്ഷൻ മാറ്റം എന്നൊക്കെ കൊടുക്കാം. ബട്ട് ഏറ്റവും ബെറ്റർ ഈ ഒരു പേജ് തന്നെ ആ ഓർഡർ സെലക്ട് ആക്കുന്നതാണ് കേട്ടോ. അതായത് ഈ പേജ് തന്നെ ആ ഒരു ഓർഡർ പെർഫെക്റ്റ് ആക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇനി നമ്മൾ പറയുകയാണ്, ഇപ്പോൾ ഈ സെവൻത് ഓപ്ഷൻ വന്നിരിക്കുന്നത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്. ഈ ഒരു കോഴ്സിൽ അല്ലെങ്കിൽ ഈ ഒരു കോളേജിൽ കൊടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഡിലീറ്റഡ് എന്ന് പറഞ്ഞു വന്നു. ഇനി അതല്ല തിരിച്ച് പഴയതുപോലെ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ ഈ ഒരു കോഴ്സാണ് ഏറ്റവും താല്പര്യമുള്ളത്, ഇത് ഞാൻ സെക്കൻഡ് ഓപ്ഷനായിട്ട്, അതായത് തിരുവനന്തപുരത്തെ സീറ്റ് കഴിഞ്ഞാൽ ഞാൻ സെക്കൻഡ് ഓപ്ഷനായിട്ട് ഈ ഒരു കോളേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെക്കൻഡ്, അതായത് നിങ്ങളുടെ കീബോർഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ യൂസ് ചെയ്യുന്ന ഇവിടെ സെക്കൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ മതി. ഈ ഒരു കോളേജും ഈ ഒരു ബ്രാഞ്ചും സെക്കൻഡ് ഓർഡറിലോട്ട് മാറും. ഇനി അതിൽ താഴോട്ട് പോകണമെന്നുണ്ടെങ്കിൽ താഴത്തെ ഒരു ഓർഡർ നമ്പർ കൊടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ഓർഡറിലോട്ട് പോകും. ഇനി അതിൽ തൊട്ട് മുകളിലോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ടോ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്പാരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും, 7th എന്നുള്ളത് 6th മാറും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് 6th ഓപ്ഷനിലോട്ട് മാറി, 7th നിന്നും 6th മാറി. ഇനി ഇത് 5th മാറണോ, 5th മാറി. ഇത് 4th മാറ്റണമെങ്കിൽ 4th മാറ്റാം. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആക്കുമല്ല, ഞാൻ പറയുന്ന ഈ ഒരു പേജിൽ തന്നെ നമ്മുടെ പ്രയോറിറ്റി ഓർഡർ നമുക്ക് റീഅറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, റീഅറേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ചില സ്പെസിഫിക് കോളേജോ ബ്രാഞ്ചോ നിങ്ങൾക്ക് കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു പേജിൽ തന്നെയുണ്ട്. അങ്ങനെ ഈ ഒരു പേജിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഓർഡർ പെർഫെക്റ്റ് ആക്കിയ ശേഷം ഇത് പ്രിൻ്റ് എടുക്കാം. ഈ ഒരു പേജ് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷനുണ്ട്, അതും കാണിച്ചു തരാം. അല്ലെങ്കിൽ ഈ ഒരു പേജിൽ തന്നെ ഇതിൻ്റെ സകല ഡീറ്റെയിൽ നിങ്ങൾക്ക് എക്സലായിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, അതും കാണിച്ചു തരാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമുക്ക്, കാരണം ഞാൻ അത് മൊത്തം ലിസ്റ്റിംഗ് കാണിക്കുന്നില്ല, കാരണം 800ഓളം കോളേജും ബ്രാഞ്ചും കാണിക്കും. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് മൊത്തം കാണിക്കുന്നില്ല, 2-3 കോളേജാണ് കാണിച്ചത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്ന് കാണും. കാരണം എന്താണ്, നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നതിൻ്റെ ലാസ്റ്റ് റാങ്ക് 670, സെക്കൻഡ് ഓപ്ഷൻ വന്നിരിക്കുന്നത് ലാസ്റ്റ് റാങ്ക് 6597, യൂസറിൻ്റെ റാങ്ക് 2000 ആണ്.
ടെക്നിക്കലി യൂസർ ഈ ഒരു കോളേജിന് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് റാങ്ക് വെച്ചിട്ട് ഏത് പറയാൻ സാധിക്കും? ക്ലോസിംഗ് റാങ്ക് വെച്ചിട്ട് പിന്നെ കൊടുക്കാൻ നല്ലൊരു ഓപ്ഷൻ എനിക്ക് തോന്നുന്നത് 1673 ക്ലോസിംഗ് റാങ്ക് വന്ന ഈ ഒരു കോളേജാണ്. കാരണം ക്ലോസിംഗ് റാങ്ക് വെച്ചിട്ട് നമുക്ക് ഡിമാൻഡ് പറയാൻ സാധിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്ന കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ആ ഒരു ബ്രാഞ്ച് കഴിഞ്ഞാൽ പിന്നെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഈ ഒരു കോർ ബ്രാഞ്ചാണ് ഏറ്റവും ഡിമാൻഡ് ഉള്ളത്. പക്ഷേ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രയോറിറ്റി വെച്ചിട്ട് നമ്മുടെ ലൊക്കേഷൻ പ്രയോറിറ്റി വെച്ചിട്ട് എന്തായി, ഇത് 6th ഓപ്ഷനിലോട്ട് പോയി. അപ്പം നമുക്കത് ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് ലൊക്കേഷൻ അത് മതി, ഞാൻ തിരുവനന്തപുരത്ത് എല്ലാം കഴിഞ്ഞിട്ട് മതി എനിക്ക് എറണാകുളത്തോട്ട് പോകാൻ എന്നുള്ളവർക്ക് കുഴപ്പമില്ല, ചേഞ്ച് ചെയ്യേണ്ട. പക്ഷേ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇതൊന്ന് റീസോർട്ട് ചെയ്യണം. എന്ത് വെച്ചിട്ട് നമുക്കൊരു ഡിമാൻഡ് വെച്ചിട്ട് ഒന്നുകൂടെ റീസോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കിയാൽ മതി. അതായത് സോർട്ട് ബൈ ഹിസ്റ്റോറിക്കൽ ഡിമാൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്ത് ചെയ്യും, ഇത് റീഅറേഞ്ച് ചെയ്യും. നമ്മൾ ജനറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓപ്ഷൻ ക്ലോസിംഗ് റാങ്കിനെ ബേസ് ചെയ്ത് ഇത് റീഅറേഞ്ച് ചെയ്യും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം. ഇപ്പോൾ അത് ഓപ്പണായി. നമുക്ക് നോക്കാം ഇതിനകത്ത് എങ്ങനെയാണ് വ്യത്യാസം വന്നതെന്ന്. ഫസ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത് അത് നമ്മുടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ചാണ്. അത് 670 ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. സെക്കൻഡ് ഓപ്ഷൻ വന്നിരിക്കുന്നത് ഏതാണ്? കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 906 വന്നു. ഈ ഒരു ഓപ്ഷൻ ഈ ഒരു കോളേജും നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു. കാരണം ഇത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ആയിരുന്നു കൊടുത്തിരുന്നത്. നമ്മൾ CS കഴിഞ്ഞിട്ടേ ഈ ഒരു ഓപ്ഷൻ കാണിക്കാൻ പാടുള്ളായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡിമാൻഡ് വെച്ചിട്ട് എന്തായി, ഇത് താഴെ കിടന്നൊരു ഓപ്ഷൻ മേളിൽ കയറി വന്നു. കാരണം അതിൻ്റെ ക്ലോസിംഗ് റാങ്ക് 906 ആണ്, ഡിമാൻഡുള്ള കോളേജാണ്. അത് ഏറ്റവും താഴെയല്ല കിടക്കേണ്ടത്, ഏറ്റവും മുകളിലാണ് കിടക്കേണ്ടത്. ഡിമാൻഡ് വെച്ചിട്ട് അങ്ങനെ ഇത് ഓപ്ഷൻ മേളിൽ കയറി വന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് വേണ്ട, ഇത് കൊടുക്കാൻ താല്പര്യമില്ല, എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ ഇതിൻ്റെ പൊസിഷൻ താഴോട്ടാക്കാം. തേർഡ് ഓപ്ഷൻ ഏതാ വന്നിരിക്കുന്നത്? മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 1673. നേരത്തെ നമ്മൾ കണ്ടതാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നേരത്തെ ലിസ്റ്റ് വെച്ചത് സെക്കൻഡാണ് വരേണ്ടത്. ഇപ്പോൾ തേർഡായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു കോളേജ് സെക്കൻഡ് വന്ന കാരണം ഇത് തേർഡായിട്ട് വന്നു. ഫോർത്ത് ഓപ്ഷൻ ഏതാണ്? കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 2168 ക്ലോസിംഗ് റാങ്ക് വന്നിട്ടുണ്ട്. അപ്പം ക്ലോസിംഗ് റാങ്ക് വെച്ചിട്ട് കുറച്ചുകൂടെ ഈ ഒരു ഓർഡർ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. എനിവേ നിങ്ങൾ നോക്കുക, നിങ്ങൾക്കത് അതായത് നമ്മുടെ ഡിമാൻഡ് ക്ലോസിംഗ് റാങ്കിൻ്റെ ഡിമാൻഡ് വെച്ചിട്ട് കുറച്ചുകൂടി ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ കിട്ടും. നേരെ മറിച്ച് നിങ്ങൾക്ക് ആ പ്രയോറിറ്റി അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഹിസ്റ്റോറിക്കൽ ഡിമാൻഡ് വെച്ചിട്ട് നിങ്ങൾക്ക് സോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. പിന്നെ നമുക്കിവിടെ ഉള്ളതാണ് ഷോ ടോപ്പ് 200 ഓപ്ഷൻസ്. അതായത് ഇപ്പോൾ 2000 റാങ്ക് അല്ലെങ്കിൽ 3000 റാങ്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് 10,000 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം 800ഓളം അല്ലെങ്കിൽ ചിലപ്പോൾ 600ഓളം കോളേജിൻ്റെ ബ്രാഞ്ചും അല്ലെങ്കിൽ വിവിധ കോളേജുകൾ അതിൻ്റെ ബ്രാഞ്ചിൻ്റെ ഓപ്ഷനായിട്ട് താഴെ കാണിക്കും. അലോട്ട്മെൻറ്റ് ഓർഡറിൽ ഈ 600 അല്ലെങ്കിൽ 700 കോളേജ് നമുക്ക് ഓപ്ഷനായിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് പ്രാവർത്തികമായിട്ടുള്ള കാര്യമല്ല. അപ്പം നമുക്കൊരു 200 റാങ്ക് അല്ലെങ്കിൽ 100 റാങ്ക് വെച്ചിട്ട് നമുക്കത് ഓപ്ഷൻ കട്ട് ചെയ്ത് അതായത് അത് കൊടുക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കൽ അല്ലേ. അല്ല 600, 700 കോളേജൊന്നും നമുക്ക് അലോട്ട്മെൻറ്റ് ഓർഡറിൽ കൊടുക്കാൻ സാധ്യമല്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിനാണ് നമുക്ക് ഈ ഒരു ഷോപ്പ് 200 ഓപ്ഷൻസ്, അതായത് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു 200 ഓപ്ഷൻസ് എന്ത് ചെയ്യാൻ സാധിക്കും, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത്രേ കാണിക്കത്തുള്ളൂ. അങ്ങനെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ 1 മുതൽ 200 വരെയുള്ളൊരു ഓപ്ഷൻ കിട്ടും. ആ ഒരു ഓപ്ഷൻ നമുക്ക് ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യാം. അത് നിങ്ങൾക്ക് അതിൻ്റെ അകത്തൊരു 100 ഓപ്ഷൻ കൊടുത്താൽ മതിയെങ്കിൽ അങ്ങനെ കൊടുക്കാം. ആദ്യത്തെ 50 ഓപ്ഷൻ കൊടുത്താൽ മതിയെങ്കിൽ അതും കൊടുക്കാം. എനിവേ അത് 200 ഓപ്ഷനിൽ അത് കട്ട് ചെയ്യും. നേരത്തെ നമ്മുടെ ഓർഡറിനൊന്നും വ്യത്യാസമൊന്നും വരത്തില്ല കേട്ടോ. അതാണ് സംഭവം. ഷോ 200 ഓപ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇത്. ഷോ ഫുൾ പ്രയോറിറ്റി ലിസ്റ്റും ഷോ 200 ഓപ്ഷനും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ട സോർട്ട് ബൈ ഹിസ്റ്റോറിക്കൽ ഡിമാൻഡും. നിങ്ങൾക്ക് അതിൻ്റെ യൂസേജ് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിനൊക്കെ അങ്ങനെ നമ്മൾ നല്ല ടൈം സ്പെൻഡ് ചെയ്ത് നന്നായിട്ട് നമ്മൾ ആലോചിച്ച് ഇതിനകത്ത് ഓരോ കോളേജും ബ്രാഞ്ചും നമ്മൾ ആലോചിച്ച് നമുക്ക് വേണോ വേണ്ടയോ അല്ല അതിൻ്റെ ഓപ്ഷൻ കുറച്ചുകൂടി ബെറ്റർ ആക്കണമെന്നൊക്കെ ആലോചിച്ച് നിങ്ങളത് ഈ പേജിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓർഡർ കറക്റ്റ് ആക്കുക. അങ്ങനെ കറക്റ്റ് ആക്കിയ ശേഷം എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്കിവിടെ 2 ഓപ്ഷനുണ്ട്. ഈ ഒരു ഓപ്ഷൻ അതായത് നിങ്ങൾ കൊടുത്തേക്കുന്ന ഓർഡർ എക്സലായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് സിസ്റ്റമോ കമ്പ്യൂട്ടറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് വളരെ എളുപ്പമുള്ള രീതിയിൽ മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു എക്സൽ ഓർഡർ നിങ്ങൾക്ക് കിട്ടും. അതിൽ തന്നെ കാണിക്കുക ഏതൊക്കെ ഓപ്ഷനാണ് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്, ഏത് ഓപ്ഷനാണ് നിങ്ങൾ റീഅറേഞ്ച് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻ അതിനകത്ത് കാണിക്കും. അവിടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. പിന്നെ നമുക്ക് ഈ പേജ് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആ എക്സലിൽ തന്നെ നിങ്ങൾക്ക് റീവർക്ക് ചെയ്യാം. നിങ്ങൾക്ക് എക്സൽ അറിയാമെങ്കിൽ ഇനി അതല്ല നിങ്ങൾക്ക് ഇതൊരു പ്രിൻ്റ് എടുക്കണം, പേജിൽ പ്രിൻ്റ് എടുത്ത് പിന്നെ ആ പ്രിൻറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് അതായത് പേപ്പറിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഈ ഓപ്ഷൻ കൊടുക്കണം, ഈ ഓപ്ഷൻ കൊടുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, ഇവിടെ പ്രിൻറ്റ് ചോയ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു പേജ് മൊത്തം പ്രിൻ്റ് ആയി നമുക്കൊരു PDF ആയിട്ട് കിട്ടും. നമുക്കൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. അതെ, നമുക്ക് ആ ഒരു ഓപ്ഷൻ മൊത്തം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ, അങ്ങനെ ഓൾ കോളേജിൻ്റെ ഓപ്ഷൻ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇത് പ്രിൻ്റ് എടുത്ത് നമുക്ക് അതിൽ പിന്നെ നമുക്ക് നോട്ട് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് എക്സൽ കിട്ടും. എക്സലായിട്ട് ഞാൻ ഓപ്പൺ ആക്കി കാണിക്കുന്നില്ല, അതിനകത്ത് കോളേജും അതിൻ്റെ ക്ലോസിംഗ് റാങ്കും
ഓപ്പൺ ആക്കി കാണിക്കാം. അതിനകത്ത് നമുക്ക് കോളേജും അതിൻ്റെ ഓപ്ഷൻസും എല്ലാം കാണിക്കും. നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഡിലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. കോളേജിൻ്റെ പേരും ക്ലോസിംഗ് റാങ്കും ആ ബ്രാഞ്ചും കാൻഡിഡേറ്റിൻ്റെ കാറ്റഗറിയും കോളേജിൻ്റെ കോഡും നമ്മുടെ ബ്രാഞ്ചിൻ്റെ കോഡും കിട്ടും. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന കാര്യമാണ് കോളേജ് കോഡും ബ്രാഞ്ച് കോഡും. അത് ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് പ്രിൻറ്റ് ചോയ്സ് എക്സൽ. പ്രിൻ്റ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു. അതാകുമ്പോൾ നമുക്ക് ആ പ്രിൻറ്റ് പേപ്പറിൽ തന്നെ നമുക്കെല്ലാം പ്രോപ്പറായിട്ട് നോട്ട് ചെയ്ത് വെക്കാൻ സാധിക്കും. എക്സൽ അറിയാവുന്നവർക്ക് ഉറപ്പായിട്ടും ഡൗൺലോഡ് എക്സൽ കൊടുത്താൽ അതിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൂൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ഫീച്ചേഴ്സ് ഇതിനകത്ത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കീം പരീക്ഷ എഴുതിയിട്ടുണ്ട് ഇത്തവണ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ആ ടൂളിൻ്റെ ലിങ്കും അയച്ചു കൊടുക്കാം. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ ക്ലോസ് ചെയ്യാണ്. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.